തുടർച്ചയായി മൂന്നാം വർഷവും കൊച്ചി മെട്രോ പ്രവർത്തന ലാഭത്തിൽ. കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 2024-25 33.34 കോടി രൂപയുടെ പ്രവർത്തന ലാഭമാണ് കൊച്ചി മെട്രോ നേടിയത്. തൊട്ടു മുൻവർഷത്തേക്കാൾ 10.4 കോടി രൂപയുടെ വർധനയാണിത്. കൊച്ചി മെട്രോ സർവീസ് തുടങ്ങിയ 2017-18 കാലയളവിൽ 24.19 കോടി രൂപയായിരുന്നു പ്രവർത്തന നഷ്ടം. 2018-19 കാലയളവിൽ പ്രവർത്തന നഷ്ടം 5.7 കോടിയായി കുറഞ്ഞെങ്കിലും 2019-20 വർഷം അത് 13.92 കോടിയായും 2020-21 56.56 കോടിയായും ഉയർന്നു. 2021-22 കാലയളവിൽ പ്രവർത്തന നഷ്ടം 34.94 കോടി രൂപയായിരുന്നു. എന്നാൽ 2022-23 സാമ്പത്തിക വർഷം പ്രവർത്തന നഷ്ടത്തിൽ നിന്ന് കമ്പനി പ്രവർത്തന ലാഭത്തിലെത്തി. ആ വർഷം 5.35 കോടി രൂപയുടെ പ്രവർത്തന ലാഭമാണ് നേടിയത്. 2023-24 കാലയളവിൽ പ്രവർത്തന ലാഭം 22.94 കോടി രൂപയായി കുതിച്ചുയർന്നു. 2024-25 കാലയളവിൽ കൊച്ചി മെട്രോ 182.37 കോടി രൂപയുടെ പ്രവർത്തന വരുമാനമാണ് നേടിയത്. ഇതിൽ ടിക്കറ്റിൽ നിന്നുള്ള വരുമാനം 111.88 കോടി രൂപയാണ്. 55.41 കോടി രൂപയാണ് ടിക്കറ്റ് ഇതര വരുമാനം. കൺസൾട്ടൻസിയിൽ നിന്ന് 1.56 കോടി രൂപയും നേടി. ഇതര മാർഗങ്ങളിൽ നിന്ന് 13.52 കോടി രൂപയും വരുമാനം നേടി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പ്രവർത്തന ചിലവ് 149.03 കോടി രൂപയാണ്. തുടർച്ചയായ വർഷങ്ങളിലെ പ്രവർത്തന ലാഭം കൊച്ചി മെട്രോയുടെ പ്രവർത്തന മികവിന്റെ പ്രതിഫലനമാണെന്ന് KMRL മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. മികവാർന്ന രീതിയിലുള്ള ട്രെയിൻ ഓപ്പറേഷൻ, യാത്രാ സൗകര്യങ്ങളുടെ വർധന, കൂടുതൽ വരുമാന ഉറവിടങ്ങൾ കണ്ടെത്തുന്നതിലെ വൈവിധ്യവൽക്കരണം, ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമം തുടങ്ങിയവയിലൂടെയാണ് പ്രവർത്തന ലാഭം ഓരോ വർഷവും വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയുന്നത്. കേരളത്തിനും കൊച്ചിക്കും അഭിമാനിക്കാവുന്ന വിധം സാമ്പത്തികമായി സുസ്ഥിരവും യാത്രാ സൗഹൃദപരവും ആയ ഒരു മെട്രോ സിസ്റ്റം വളർത്തിക്കൊണ്ടുവരികയാണ് KMRLന്റെ ലക്ഷ്യമെന്ന് ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി. നടപ്പാത നിർമ്മാണം ഉൾപ്പെടെയുള്ള നോൺ മോട്ടറൈസ്ഡ് ട്രാൻസ്പോർട്ട് ചെലവ്, പലിശ, ഡിപ്രിസിയേഷൻ തുടങ്ങിയവ ഒഴിവാക്കിയാണ് പ്രവർത്തന ലാഭം കണക്കാക്കുന്നത്.